ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പിടിച്ചെടുത്ത EMI തിരിച്ചു നൽകി തുടങ്ങി. യുവജന സംഘടനാ നേതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബംഗളൂരു സോണൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പണം തിരിച്ചു നൽകിയത്. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, വിവിധ ബാങ്കുകൾ ഇത്തരത്തിൽ EMI അടക്കം ദുരന്തബാധിതരിൽ നിന്ന് പിടിച്ചു എന്നുള്ള വലിയ വാർത്തകൾ വന്നിരുന്നു, വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പക്ഷേ ആ പിടിച്ചെടുത്ത തുക ഇപ്പോൾ തിരിച്ചു നൽകുകയാണ്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, കേരള ഗ്രാമീൺ ബാങ്കിനെതിരെയാണ് ശക്തമായ ഈ ആരോപണം ഉയർന്നത്. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ ഈ 10,000 രൂപയോളം അടിയന്തര ദുരിതാശ്വാസമായി ലഭിച്ച തുകയിൽ നിന്നും അവരുടെ മുടങ്ങിക്കിടന്ന EMI അല്ലെങ്കിൽ അടയ്ക്കാനുള്ള EMI എല്ലാം തന്നെ പിടിച്ചത്. ഇത്തരത്തിൽ പിടിച്ചത് അവർക്ക് ജീവിതമാർഗത്തെ പോലും ഇല്ലാതാക്കിയ ഒരു സാഹചര്യമുണ്ടായി. വീടും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിയുന്നവരുടെ അക്കൗണ്ടിലേക്ക് വന്ന തുകയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ശക്തമായി ഉണ്ടാവുകയും ചെയ്തത്. ഈ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള തിരിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഈ നടപടികൾ, അതായത് ബാംഗ്ലൂരിലെ സോണൽ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് നിർദ്ദേശം ലഭിക്കുകയും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഈ നടപടികൾ പുരോഗമിക്കുകയും ഇപ്പോൾ എല്ലാ തുകയും തിരിച്ചു നൽകി തുടങ്ങി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവജന സംഘടനകളുടെ സമരത്തിന് നേതൃത്വം നൽകിയ യുവജന സംഘടനാ നേതാക്കൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ സമരം അവസാനിക്കുന്ന ലക്ഷണമാണ്, അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കുക എന്നൊരു പ്രതിഷേധക്കാർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയൊരു തെറ്റ് തന്നെയാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനതല ബാങ്കിംഗ് സമിതി മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ഈ ബാധ്യതകളുടെ ഭാരം ഈ ദുരന്ത ബാധിതർക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആ ദിവസത്തിന്റെ തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലൊരു നടപടി ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയത്. ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ വിവിധ യുവജന സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രധാനമായ ആവശ്യവും ഉയരുന്നത്. രോഹിണി, അതുമാത്രമല്ല, ഗ്രാമീൺ ബാങ്കിന്റെ ഈ നടപടിയെ ഇന്ന് ബാങ്കേഴ്സ് ഉന്നതതല സമിതിയിൽ മുഖ്യമന്ത്രി പോലും വിമർശിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും വന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പിടിച്ചെടുത്ത EMI അടക്കം തിരിച്ചു നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഇത് എല്ലാവർക്കും ലഭ്യമാക്കും എന്ന് യുവജന സംഘടനാ നേതാക്കൾ ഉറപ്പുവരുത്തുകയില്ലേ? തീർച്ചയായും യുവജന സംഘടനാ നേതാക്കൾ ഇക്കാര്യം നേരിട്ട് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചവരോട് ഫോണിൽ ബന്ധപ്പെട്ട് തിരിച്ചു കിട്ടിയോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം അല്പസമയം മുമ്പ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. അക്കാര്യം മാധ്യമങ്ങളോട് തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ, അതായത് പ്രതിഷേധം ആരംഭിക്കുമ്പോൾ തന്നെ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പണം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പണം തിരിച്ചു വന്നുകൊണ്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് സാധ്യമായി എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ചില ബാങ്കുകളെങ്കിലും അതിനെ അട്ടിമറിക്കുന്ന ഒരു നീക്കങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും എനിക്ക് പുറകിൽ കാണുന്ന ഈ കേരള ഗ്രാമീൺ ബാങ്കിന്റെ, അതായത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ അല്പസമയം മുമ്പ് ജില്ലാ ലീഡ് ബാങ്കായ കാനറ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന് മുന്നിലും പ്രതിഷേധം നടന്നിരുന്നു. അതായത് യുവജന സംഘടനകളെല്ലാം തന്നെ രണ്ടിടങ്ങളിലും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്ത തുക തിരിച്ചു നൽകാനുള്ള ഒരു നീക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയിൽ ഇക്കാര്യം മുഖ്യമന്ത്രി പരാമർശിക്കുകയും ബാങ്കുകൾ ഈ ബാധ്യത വഹിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടാകുകയും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശം. അത് ചില ബാങ്കുകളെങ്കിലും അത്തരമൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് അനുവർത്തിക്കണമെന്നൊരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. രോഹിണി, ശരി. ഐസൻ, ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പിടിച്ചെടുത്ത EMI തിരിച്ചു നൽകി തുടങ്ങി. യുവജന സംഘടനാ നേതാക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബംഗളൂരു സോണൽ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് പണം തിരിച്ചു നൽകിയത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.